+2 അക്കൗണ്ടൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഓക്കെ, ഒരുപാട് കുട്ടികൾ എക്സാമിനേഷൻ തെറ്റ് സംഭവിക്കുന്നതും 100% നമ്മുടെ ഈ വരുന്ന ആനുവൽ എക്സാമിന് ചോദിക്കുന്നതുമായ ഒരു ടോപ്പിക്കാണ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ എന്താണ്, ഏത് ഭാഗത്താണ് കുട്ടികൾ തെറ്റ് സംഭവിക്കുന്നത്, ആ തെറ്റ് എങ്ങനെ റെക്ടിഫൈ ചെയ്യാം എന്നൊക്കെ നമുക്ക് നോക്കിയാലോ. എങ്കിൽ മക്കളെ അടിച്ചു കയറിപ്പോര്. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ബഹാവുദ്ദീൻ. സോ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു തുടങ്ങാം. എന്താ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ, ഒരു പാർട്ട്ണർ ഫേമിൽ നിന്നും അയാളെ പേഴ്സണൽ ആവശ്യത്തിന് പണം വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേര് ഡ്രോയിങ്സ്. ക്ലിയർ അല്ലേ? ഇങ്ങനെ പേഴ്സണൽ ആവശ്യത്തിന് പണം എടുത്തുകൊണ്ട് പോകുമ്പോൾ ബിസിനസ്സിലേക്ക് അയാൾ എന്തടയ്ക്കേണ്ടി വരും? പലിശ അടയ്ക്കേണ്ടി വരും, ഇൻട്രസ്റ്റ് നൽകേണ്ടി വരും. ക്ലിയർ അല്ലേ? അതിനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപ് ഡ്രോയിങ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്കൊരു സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, തെംജീത് ആൻഡ് സാലിക് ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. ദേ ഷെയർ പ്രോഫിറ്റ്സ് ഈക്വലി. ഈക്വൽ പാർട്ട്നേഴ്സ് ആണ് തെംജീദും സാലിക്കും. നോക്കാം, ദർ മന്ത്ലി ഡ്രോയിങ്സ് ആർ 2500 ഈച്ച്. അതായത് 2500 രൂപ പെർ മന്ത് ആണ് എന്ത് ചെയ്യുന്നത്, അവർ വിഡ്രോ ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ചാർജ്ഡ് 12% പെർ ആനം. 12% എന്ത് കണക്കാക്കുന്നത്? ഇൻട്രസ്റ്റ്, അതായത് പലിശ കണക്കാക്കുന്നത് എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ തെംജൂസ് ഡ്രോയിങ്സ് ഫോർ ദ ഇയർ എൻഡ് 2024 അസ്യൂമിംഗ് ദാറ്റ് ദ ഡ്രോയിങ്സ് ആർ മേഡ് ഇൻ ഫോളോയിങ് കേസസ്. താഴെ പറയുന്ന 3 രീതിയിലാണ് വിഡ്രോവൽ നടത്തിയത് എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നുള്ളതാണ്. ഓക്കെ, നോക്കാം. ഇൻ ദ ബിഗിനിങ് ഓഫ് എവറി മന്ത്, എല്ലാ മാസത്തിൻ്റെയും തുടക്കത്തിൽ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ എല്ലാ മാസവും 1-ാം തീയതി തെംജ് എന്ത് ചെയ്യുന്നുണ്ട്? 2500 രൂപ വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഡ്രോയിങ്സ് ഉണ്ടാവാം? നമുക്ക് നോക്കാം. ടെൻഷൻ ഒന്നും അടിക്കേണ്ട, സിമ്പിൾ ആയിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ? എമൗണ്ട് ഇൻറ്റു 12 ഇൻറ്റു പെർസെൻറ്റേജ് ബൈ 100 ഇൻറ്റു 6.5 ഡിവൈഡ് ബൈ 12. ഇതാണ് ഇക്വേഷൻ. ഓക്കെ ആണല്ലോ? അതായത് ഇവിടെ തെംജ് എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ മാസത്തിൻ്റെയും 1-ാം തീയതി ബിഗിനിങ്ങിൽ, തുടക്കത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 2500 രൂപ വിഡ്രോ ചെയ്യുന്നുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു വർഷം എത്ര തവണ വിഡ്രോ ചെയ്തിട്ടുണ്ടാവും? 12 മാസമാണല്ലോ ഒരു വർഷം ഉള്ളത് അല്ലേ? സോ ഒരു മാസം 2500 ആണെങ്കിൽ ഒരു വർഷം എത്ര വിഡ്രോ ചെയ്തിട്ടുണ്ടാവും? 2500 × 12. ക്ലിയർ? അതുകൊണ്ടാണ് ഇവിടെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അതായത് 12 തവണ വിഡ്രോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് 12 കൊണ്ട് ഗുണിച്ചത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ദെൻ 6.5 എന്ന് ഉദ്ദേശിക്കുന്നത് ആവറേജ് മന്ത് ആണ്. എല്ലാ മന്തിൻ്റെയും ബിഗിനിങ്ങിൽ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ആവറേജ് മന്ത് ആയിട്ട് 6.5നെയാണ് നമ്മൾ എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യേണ്ടത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഹിയർ ദ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വിൽ ബി എമൗണ്ട് 2500 × 12. ഓക്കെ അല്ലേ? ഇൻറ്റു 12% ക്വസ്റ്റ്യൻ എന്ത് കണക്കാക്കുന്നത്? തേയ്മാനം, നമ്മൾ ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്. സോ 12 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 6.5 ഡിവൈഡ് ബൈ 12. സോ ദ ആൻസർ വിൽ ബി 1950 ആയിരിക്കും ആൻസർ വരാം. ഓക്കെ ആണല്ലോ? 1950 ആയിരിക്കും എന്ത് വരാം? ആൻസർ വരാം. ഇനി എല്ലാ മാസത്തിൻ്റെയും മിഡിലാണെങ്കിൽ, അതായത് എല്ലാ മാസവും 15-ാം തീയതി തെംജ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? സെയിം സിറ്റുവേഷൻ. ദ ഇക്വേഷൻ വിൽ ബി എമൗണ്ട് ഇൻറ്റു 12 ഇൻറ്റു പെർസെൻറ്റേജ് ബൈ 100 ഇൻറ്റു 6/12. ക്ലിയർ അല്ലേ? എല്ലാ മാസത്തിൻ്റെയും മിഡിലാണെങ്കിൽ 6/12 എന്ന് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നൈസാക്കി ജിൽജില്ലാക്കി എന്ന് പറഞ്ഞേ, എത്ര എമൗണ്ട്? 2500 ഇൻറ്റു 12, കാരണം 12 മാസം വിഡ്രോ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇൻറ്റു പെർസെൻറ്റേജ് 12% ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട്, ഇൻറ്റു 6/12. ദാറ്റ് വിൽ ബി 1800. ഓക്കെ അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വിൽ ബി 1800. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ഇൻ ദ എൻഡ് ഓഫ് എവറി മന്ത്, എല്ലാ മാസത്തിൻ്റെയും എൻഡ് ആണെങ്കിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇക്വേഷൻ ഇതാ, എമൗണ്ട് ഇൻറ്റു 12 ഇൻറ്റു പെർസെൻറ്റേജ് ബൈ 100 ഇൻറ്റു 5.5 ഡിവൈഡ് ബൈ 12. ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ എമൗണ്ട് എത്രയാ? 2500 ഇൻറ്റു 12. ഓക്കെ, ഇൻറ്റു 12 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 5.5 ഡിവൈഡ് ബൈ 12. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ദ എമൗണ്ട് വിൽ ബി 1650. ക്ലിയർ അല്ലേ? സോ എല്ലാവരും തെറ്റിക്കുന്ന ഭാഗം ഏതാണ് ഈ പറഞ്ഞതിൽ? എല്ലാവരും മിസ്റ്റേക്ക് വരുത്തൽ 12നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാറില്ല എന്നുള്ളതാണ്. അതായത് അധിക കുട്ടികളും ചെയ്യൽ 2500 ഇൻറ്റു 12/100 ഇൻറ്റു 5.5/12 ഇങ്ങനെ ഡയറക്റ്റ്ലി ചെയ്യും. തെറ്റാണ്, ആൻസർ തെറ്റും. ക്ലിയർ അല്ലേ? സോ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ ഒരു വർഷം ആകെ എത്ര വിഡ്രോവൽ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് 2500 ഇൻറ്റു 12 കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നിർബന്ധമായിട്ടും ഗുണിച്ചിരിക്കണം. അതായത് വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ ഇൻറ്റു 12 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഈ ഒരു ഏരിയ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. പറഞ്ഞ കാര്യം ക്ലിയർ? എല്ലാവരും ശ്രദ്ധിക്കുക, വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനേഷൻ ചോദിക്കുന്ന വളരെയധികം ചാൻസ് ഉള്ള ടോപ്പിക്കാണ്. ഓക്കെ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കാം, നന്നായിട്ട് വളരാം. ടീം സൈലം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഓൾ ദ ബെസ്റ്റ്.